ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്തോ. ആൻഡ് ഓണത്തിന് ഈ വരാനിരിക്കുന്ന പൃഥ്വിരാജ് ചിത്രം ഖലീഫയിലെ ഭ്രാന്തായാൽ എന്നൊരു സോങ് ജെയ്സ് ബിജു റിലീസ് ചെയ്തിട്ടുണ്ട്. കേട്ടോക്കാം, വാ. കേട്ടോക്കാം. മാപ്പിള പാട്ടാണ്. ഹരിശങ്കറാണ് ഇത് പാടിയിരിക്കുന്നത്. സുഖമില്ല സത്യം പറഞ്ഞാൽ. എന്നാലും എന്താണ് ഭ്രാന്തായാലും അത് സുഖമാണ്. എന്തോന്നടായത്? പാട്ടിന്റെ പേര് ഭ്രാന്തായാൽ എന്നാണ് കേട്ടാ. ഭ്രാന്തായാൽ എന്ത് സുഖം, സക്രാത്തിൽ മൗത്ത്. ഇത് ഈ പടം ഖലീഫയാണ് പടത്തിന്റെ പേര്. ഇതിൽ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും ആൻഡ് ആ സ്ഥലവും ബേസ്ഡ് എല്ലാം മുസ്ലിംസ് ക്യാരക്ടേഴ്സ് ആണ്. കാരണം ആമിർ അലി, മമ്പ്രകൽ അഹമ്മദ് അലി, അങ്ങനെയൊക്കെയാണല്ലോ ഖലീഫ. അപ്പോൾ ഈ പാട്ടുകൾ എനിക്ക് തോന്നുന്നു ആ ഒരു പിച്ചിലാണ് പിടിച്ചിട്ടുള്ളത്. മാപ്പിളപ്പാട്ട്, ഒരു ഗസല്, ആ ടൈപ്പിലാണ് പിടിച്ചിട്ടുള്ളത്. ബട്ട് ഭ്രാന്താവും ഈ പാട്ട് മൊത്തത്തിൽ കേട്ട. ഇനി ഫുള്ള് കേൾക്കാനും തോന്നുന്നില്ല, പാട്ടൊക്കെ ഇഴഞ്ഞു പോവുകയാണ്. ചിലപ്പോ പടത്തിൽ പ്ലേസ്മെന്റ് വരുമ്പോ നന്നായിരിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ബട്ട് എന്നിരുന്നാലും ഇതല്ല പ്രതീക്ഷിച്ചത്. ഈ ആ ഒരു മുസ്ലിംസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഫുൾ എനിക്ക് തോന്നുന്നു ആ പാട്ട് അസലാവിളെ പാട്ടും അതുപോലെയൊക്കെയാണ്. പക്ഷെ അത് കൊള്ളാം. ഉറക്കം വരുന്നത് അത്യാവശ്യത്തിന്. ഇത് വല്ല കല്യാണത്തിന് പാടുന്ന പാട്ടെന്നാണ് തോന്നുന്നത്. അവിടെ ഏതെങ്കിലും വീട്ടിൽ കല്യാണം നടക്കും പടത്തിൽ. എന്താ ഇത്? ജെയ്സ് ബിജു തന്നെ ഈ പാട്ട് ചെയ്തത്. ദായാൽ എന്തു സുഖം. സക്രാത്തിൽ മോട്ട് എന്ത് രസമൊന്നു. എടാ ഇത് ജെയ്സ് ബിജിയുടെ പാട്ടല്ല ഏട്ടാ, ഇത് വേറെ ആരോ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അത് പുള്ളി ഇതെന്തോന്ന് പാട്ട്, എന്തോന്ന് മ്യൂസിക്, എന്തോന്ന് ലിറിക്സ് അല്ലെ. ഇതെന്തോ ഒരു ഉശിരില്ലാതെ പാടുന്നു. എന്തായാൽ എന്തു സുഖം. ഉറക്കം പാടുന്ന കേട്ടിട്ട് ഉറക്കം വരുന്നു. പേഴ്സണലി ഉറക്കം വരുന്നു. പാട്ടിന്റെ ടൈറ്റിൽ കറക്റ്റ്, ഭ്രാന്തായാൽ. എന്തോന്ന് ഭ്രാന്തായാലെന്ന് കിറുക്കനാവും ഇത് കേട്ടാല്. ആ ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിച്ചാണ് അവരിങ്ങനെ പാട്ട് റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പടത്തിൽ വരുന്ന പാട്ടുകളൊക്കെ ഇതൊക്കെ ആയിരിക്കും തോന്നുന്നത്. ഇവിടെ എക്സ്പെക്ട് ചെയ്തത് ഒരു മാസ് സോങ് ഒക്കെയാണ്. ബട്ട് എന്നിരുന്നാലും നോർമൽ സോങ് ആയാലും നമുക്ക് കേൾക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഇത് ഒന്നും തോന്നുന്നില്ല. ഓ, ആ മ്യൂസിക് കേൾക്കുമ്പോ ഉച്ച സമയം കൂടെ നല്ല ഉച്ച സമയം ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഒരു ഉറക്കം ഉറങ്ങണം. ഭ്രാന്തല്ല, ഉറങ്ങായാൽ എന്ത് സുഖം, അതുപോലെയാണ്. എനിക്ക് മടുത്ത ഉള്ളതേ ഞാനൊരു പിഞ്ചോളം എന്തുകൊണ്ട് കേട്ടോ ഈ പാട്ട്.
പാട്ട് തീരുന്നുമില്ല. ഇത് എത്ര 5 6 7 മിനിറ്റാ. ഇത് അത് തന്നെ പടത്തിലെ അത് എവിടെയോ ഒരു കല്യാണം നടക്കും, അതാണ് ആ കല്യാണത്തിനുള്ള പാട്ട്. ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്തു സുഖം സരസരാക്കിൽ മൂർത്തി. എടാ ഇത് ഇത്ര നീട്ടമുള്ള പാട്ടത്തിണ്ടാ? ഇത് മിക്കവാറും ഫുള്ള് വരൂല കേട്ടാ പടത്തില്. ലിറിക്സ് ബൈസും അറബിക്കും മുസ്ലിം ഡച്ചാണ്. എന്ത് സുഖം രസം ഭ്രാന്തായ രസം. മതി മതി, ഇനി എന്തിനു നീട്ടി കൊണ്ടോടാ പാട്ട്. സക്കറാത്തിൽ മൗത്ത് എന്ത് മതി 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 എടേ. ഇനിയും ഉണ്ട് 10 സെക്കൻഡ് കേട്ടാ. 4 മിനിറ്റ് 51 സെക്കൻഡ് പാട്ട്. ഡാം ഷുവർ ആണ് ഈ പാട്ട് എന്തായാലും ഫുള്ള് പടത്തിൽ കാണൂല. ഈ ഇടയ്ക്കൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ്. എനിവൻ ഇതേതൊരു കല്യാണ പോർഷൻ എന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും ഒരു കല്യാണം നടക്കും, അവിടെ ഒരു പാട്ടിട്ട് കുറച്ച് പേര് പുറകിൽ നിന്ന് ഡാൻസ് കളിക്കും, കുറച്ച് പേര് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, കുറച്ച് പേര് കാര്യങ്ങളൊക്കെ നോക്കിക്കും, കുറച്ച് പേരും മൈലാഞ്ചിയൊക്കെ ഇട്ട് ഓടിക്കൊണ്ടിരിക്കും, കുറച്ച് കുട്ടികൾ കല്യാണ വീട്. അതെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പാട്ട് കേട്ട് എൻ്റെ ഒരു അസംഷൻ മാത്രമാണ്. മൊത്തം വരാൻ ഒരു ചാൻസും ഇല്ല. ഒരു 1 1/2 മിനിറ്റ് ഒരു സോങ് പ്ലേസ്മെന്റിനായിട്ട് ചെറുതായിട്ട് ഇട്ടിട്ട് ഓട്ടിച്ചു വിടും. മൊത്തം വിടാനൊന്നും സാധ്യതയൊന്നും ഇല്ല. കേട്ടിട്ടും കണ്ടിട്ടും അങ്ങനെയാണ് തോന്നുന്നത്. ഭ്രാന്തായ ഒരു സോങ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താകും എന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ജെയ്സ് ബിജോയുടെ മ്യൂസിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്നെ സമാധാനിപ്പിക്കുകയാണെന്നും കൂടെ ഞാൻ പറയുകയാണ്. എടാ എന്ത് പാട്ടാ, ഭ്രാന്തായാൽ എന്ത് സുഖം സകറാത്തിൽ മുഖത്തില്ലെങ്കിൽ എന്ത് രസമെന്ന്. അതും പാട്ട് പാടുന്ന ഭയങ്കര സ്ലോയില് പാടി പോവുകയാണ്. സ്ലോ പാട്ടൊക്കെ എത്രയോ നമ്മളെ കേട്ടിട്ടുണ്ട്, പക്ഷെ നല്ല നല്ല സ്ലോ. അത് ഒരു സുഖവും ഇല്ല കേൾക്കാന്. സത്യം പറയാലോ, അഴുക പാട്ട്. ഇങ്ങനെയൊന്നും അല്ല പാട്ട് പ്രതീക്ഷിച്ചത്. ബട്ട് എനിക്ക് തോന്നുന്നു ഇനി വരുന്ന പാട്ടുകളിലും അങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഇതൊരു മുസ്ലിംസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. കാരണം സിനിമ ഖലീഫ, അമർ അലി അഹമ്മദ്, അപ്പൊ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം മുസ്ലിംസ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അത് ബേസ്ഡ് ആയിട്ടായിരിക്കും. അപ്പൊ ഈ പാട്ടിൽ വരുന്ന ലിറിക്സും അത് ബേസ്ഡ് ആയിട്ടാണ്. നിക്കാഹ്, സക്കറാത്ത്, അങ്ങനത്തെ ലിറിക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പാട്ടിന്റെ ആ ഒരു ഗസൽ ടൈപ്പ് മാപ്പിള പാട്ട് ട്യൂണിൽ തന്നെയാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അളിയ പാട്ട് കേട്ട ഉള്ളവരെന്നാൽ നമുക്ക് ഭ്രാന്താവും. അതുകൊണ്ട് ഓന്റെ പൊന്നളിയ എന്തോന്ന് ഭ്രാന്തായാൽ സുഖം എന്ന്. സുഖം എവിടെ സുഖം ഇതില്?